Not bad. Yes, very good, very good, very good. എവിടെയാണ് ട്രീ വെട്ടണേ? എന്നാ അവിടുന്ന് എവിടെയെങ്കിലും ശബ്ദം ഇല്ലാത്ത സ്ഥലത്തോട്ട് കയറി മാറിയിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒപ്പോഴും ടൈപ്പ് ചെയ്യണ്ടേ? ഓക്കെ 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 ഓക്കെ. Hello, sir. Yes, okay, okay, okay. How are you, Priya? I'm fine. Thanks. Okay, okay, very good, very good. ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഓണം കൊള്ളൂലായിരുന്നു. എന്താന്ന് വെച്ചാല് ഓണം ഇല്ലായിരുന്നു. എന്താന്ന് വെച്ചാൽ മരിപ്പുണ്ടായിരുന്നു. ശരി, അത് നോട്ട് ബാഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താണ്? എന്താന്ന് വെച്ചാല് കുറച്ച് ആഘോഷിച്ചില്ല. യെസ്, ഓക്കെ ഓക്കെ. ഞാൻ അതിന് പോയിരുന്നല്ലോ ഓണത്തിന്റെ ഓണത്തിന് ശേഷം. പക്ഷെ ആ സ്ഥലം അങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനും വൈഫും മകളും രണ്ടുപേരും കൂടി താലിസ്മാൻ ഇടവനക്കാട്. അവിടെ വന്നു. യെസ്, അവിടെ അവര് പോണെന്ന് പറഞ്ഞപ്പോ അവരെ കൊണ്ട് വന്നു. അപ്പൊ അങ്ങനെ വന്നു. അപ്പൊ ഞാൻ പിള്ളേരോട് പറഞ്ഞു, ഇവിടെ നമ്മുടെ ഒരു ഭക്തപ്രിയ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞു. യെസ്, അവിടെ പക്ഷെ കുറെ പോരണം. അല്ല, അവിടെ കുറെ പോരാനുണ്ട് ഇങ്ങോട്ട്. വീണ്ടും വന്നു അല്ലേ? പിന്നെ പുതുവൈപ്പൊക്കെ അറിയാമോ സാർ? ഓ, അവിടെ വരെ പോണല്ലേ? ഞാൻ വിചാരിച്ചു പോണ വഴിക്കാണെന്ന് വിചാരിച്ചു. വിജയന്റെ കട നോക്കിയിട്ട് ഞാൻ കണ്ടില്ലേ? ഇടവനക്കാടല്ല അല്ലേ? പോട്ടെ. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഓണമായിട്ടൊക്കെ പോയില്ല ഭക്തപ്രിയ? ഓണായിട്ട് അന്നത്തെ ദിവസമാണ് മരിച്ചതേ. മരിപ്പുണ്ടായിരുന്ന അന്നത്തെ ദിവസമാണ്. പക്ഷെ സാധനങ്ങളൊക്കെ മേടിച്ചു വെച്ച് പോയി. എവിടെയായിരുന്നു മരണം? പുതുവൈപ്പില് അപ്പാപ്പന്റെ അമ്മയുടെ അനിയത്തിയാ മരിച്ച. സ്ഥലം എവിടെയാണ്? പുതുവൈപ്പില്. പുതുവൈപ്പിൽ തന്നെയാണ്. ഓണമായിട്ട് ഹോട്ടലിൽ എത്ര ദിവസം അവധി കൊടുത്തത്? ഹൗ മെനി ഡേയ്സ് ഹോളിഡേ?
4 days. 1 day. അല്ല 4 ദിവസം അവധി കൊടുത്ത്. ഉത്രാടം, തിരുവോണം, പിന്നെ ചതയം ഉണ്ടായിരുന്നല്ലോ. ഓക്കെ 4 ദിവസം അവധി കൊടുത്തു അല്ലേ? ആ യെസ്, വെരി ഗുഡ്. യെസ്. പിന്നെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ ആരോഗ്യസ്ഥിതിയൊക്കെ? ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ആയുർവേദത്തില് കാണിക്കണതേ. ആയുർവേദം എവിടെയാണ് കാണിക്കണേ? ധന്വന്തരി കത്തിരിക്കടവ്. കത്തിരിക്കടവ്, എറണാകുളം. അതന്നെ. യെസ്, ധന്വന്തരി. ഇപ്പൊ എങ്ങനെയുണ്ട്, വ്യത്യാസം ഉണ്ടാവും? വ്യത്യാസമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, നല്ലതാണ്. ആദ്യം നമ്മളിപ്പോ 18 വർഷമായിട്ട് ഇംഗ്ലീഷാണ് കഴിച്ചുകൊണ്ടിരിക്കണത്. അപ്പൊ ആയുർവേദത്തിലോട്ട് വരാൻ കുറച്ച് സമയം എടുക്കുമെന്നാണ് ഡോക്ടർ പറയണത്. കുറച്ച് സമയം പിടിക്കും. ഈ ആയുർവേദത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഭക്തപ്രിയ എന്ന് ആയുർവേദത്തിന് മരുന്ന് മേടിച്ചു കഴിഞ്ഞാൽ ആദ്യം തരുന്ന മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം കുറച്ച് തരുന്ന മരുന്ന് എന്ന് പറഞ്ഞാല് ഭക്തപ്രിയയുടെ ബോഡി ആയുർവേദ മരുന്ന് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ മാറ്റും. രോഗത്തിനുള്ള മരുന്നല്ല, ബോഡി അവരൊന്ന് ട്രാൻസ്ഫോം ചെയ്യാവുന്ന രീതിയിൽ മാറ്റുന്നുള്ള മരുന്ന് തരും. വയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ശരിയാക്കി പിന്നത്തെ പ്രാവശ്യം ചെല്ലുമ്പോഴാണ് രോഗത്തിനുള്ള മരുന്ന്. അപ്പൊ ആദ്യത്തെ മരുന്ന് കഴിക്കുമ്പോൾ ചിലപ്പോൾ രോഗം കുറയൂല, കൂടും. അപ്പൊ നമ്മളത് നിർത്തുകയും ചെയ്യും. യെസ്, ഐ ആം ആൾസോ എ ആയുർവേദിക് പേഷ്യന്റ്. അതുകൊണ്ട് ഞാൻ എറണാകുളത്തുള്ള, ഞാൻ ഈ മുനമ്പം എന്ന് പറയുന്ന സ്ഥലമില്ല, മുനമ്പം. അവിടെ ഒരു ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടറെയാണ് ഞാൻ കാണിക്കുന്നത്. അവിടെ അച്ഛൻ ഡോക്ടറാണ്, മകളും ഡോക്ടറാണ്. അച്ഛൻ ആയുർവേദത്തില് BAMS ആണ്, മകള് MS ആണ്. അതിന്റെ പഠിച്ചിട്ട് ഒരു അപ്പൊ എന്തെങ്കിലും ക്രിട്ടിക്കൽ വിഷയം വരികയാണെങ്കിൽ രണ്ടുപേരെയും കൂടി ഞാൻ രാത്രി വൈകുന്നേരം വീട്ടിൽ പോയി കാണും. അപ്പൊ അവർ രണ്ടുപേരും കൂടി ചർച്ച ചെയ്തിട്ട് മരുന്ന് തരും. പിന്നെ അവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ഉണ്ടാക്കിയ മരുന്ന് അവിടെ അല്ലാണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കില്ല. ആ വീട്ടിലുണ്ടാക്കുന്ന മരുന്നാണ്. അപ്പൊ ആ മരുന്നാണ് കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അധികം പ്രിസർവേറ്റീവ് ചേർക്കാത്ത മരുന്ന് കഴിക്കാൻ പറ്റുന്നു. അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു. യെസ്. ഓണം സാധാരണഗതിയിൽ അങ്ങനെയാണ് പോയി. വലിയ ഭയങ്കരമായ വിഷയങ്ങളൊന്നും ഉണ്ടായില്ല. സാധാരണ മട്ടിൽ ഞങ്ങൾ കടന്നുപോയി. യെസ്. പിന്നെ തൊട്ടടുത്ത വീട്ടിൽ നിന്നാണ് ഭക്ഷണം കൊണ്ടുവന്ന് തരാറ്. ആ വീട്ടിലെ ചേട്ടന് സുഖമില്ലാതെ വരികയും അദ്ദേഹം എറണാകുളത്ത് മെഡിക്കൽ ടെസ്റ്റിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തുകൊണ്ട് ഭക്ഷണം കിട്ടിയില്ല ഈ പ്രാവശ്യം മക്കളും. അല്ലെങ്കിൽ അവരുടെ വീട്ടിലാണ് സാധാരണയിൽ ഓണത്തിന് പോയി ഭക്ഷണം കഴിക്കാറ്. അല്ല, അതങ്ങനെയാണ്. അത് ഭയങ്കര ഒരു സൗഹൃദവും സ്നേഹവുമാണ്. ഓണമാകുമ്പോൾ അങ്ങോട്ട് വിളിക്കും, വീട്ടിൽ വെക്കും. അവർ വിളിക്കുമ്പോൾ അവിടെ പോകും. പെരുന്നാളാകുമ്പോൾ അവരെ കൂടി ഇങ്ങോട്ട് വരും, ഇവിടെ നിന്ന് കഴിക്കും. യെസ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ സൗഹൃദവും സ്നേഹത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും തറവാട്ടിലായിരുന്നു ഓണം വെക്കാറ്. തറവാട് പുതുവൈപ്പിൽ തന്നെയാണ്. പുതുവൈപ്പിലായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം തറവാട്ടിൽ നിന്ന് ചേട്ടന്റെ വീട്ടിലോട്ട് മാറ്റി. അപ്പൊ വെളിയേത്താമ്പറമ്പ് അറിയാം. വെളിയേത്താമ്പറമ്പ് അത് ആ റൂട്ടിൽ തന്നെയാണോ? ഇടവനക്കാടിന് മുമ്പായിട്ട്. അല്ല, ഇടവനക്കാട് കഴിഞ്ഞിട്ട്. ഇടവനക്കാട് എനിക്ക് ഏറ്റവും ആദ്യം ഒരു പരിചയമുള്ളത് ആക്കനത്ത് ഇടവനക്കാട് എന്ന് പറയുന്ന സൗണ്ട് സിസ്റ്റക്കാരാണ്. ആക്കനത്ത് ഇപ്പൊ അവർ ഉണ്ടാവാൻ വേണ്ടിയിട്ടോ, വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പള്ളിയിൽ പ്രോഗ്രാം ഉണ്ടാവുമ്പോൾ അവരാണ് വരാറ്. ആക്കനത്ത് ഇടവനക്കാട്. യെസ്. അപ്പൊ അപ്പാപ്പനൊക്കെ അറിയാൻ പറ്റും ആ സൗണ്ട് സിസ്റ്റം. പിന്നെ എന്തായിരുന്നു ഇപ്പൊ പരിപാടി? വൈകിയത് കുറച്ച് പണിയുണ്ടായിരുന്നു, ഹോട്ടലില് തിരക്കായി പോയി. യെസ്, വെരി ഗുഡ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമുക്ക് പുതിയൊരു ആളുണ്ടായിരുന്നു സംസാരിക്കാൻ. വടക്ക് പത്തനംതിട്ട കോഴിക്കോട് എന്നുള്ള ഒരാള്, ഒരു കുട്ടി. അത് യാദൃച്ഛ്യമായിട്ട് വന്നതാണ്. വന്നിട്ട് പിന്നെ ചോദിച്ചു, ഞാൻ മാത്രമുള്ള സാറേ എന്ന് ചോദിച്ചു. അധികം ഇരിക്കുന്നു പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ തമ്മിൽ കുറെ നേരം ഇംഗ്ലീഷിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതിനോട് പറഞ്ഞു അടുത്ത ക്ലാസ്സിൽ ഞാൻ വരാട്ടാന്നൊക്കെ പറഞ്ഞു. യെസ്, പക്ഷെ വന്നില്ല.
വന്നത് അതിനേക്കാളും കഴിവുള്ള ഭക്തപ്രിയ എ പി. യെസ്. അല്ല, കുറച്ച് ദിവസം സാറിനെ കണ്ടില്ല, അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇംഗ്ലീഷ് ക്ലാസ് ഇല്ലായിരിക്കും. ഇംഗ്ലീഷ് ക്ലാസ് ഇല്ലാണ്ടിരിക്കണം. ഇംഗ്ലീഷ് ക്ലാസ് ഇല്ലാണ്ടിരിക്കില്ല, കുട്ടികളില്ലാതിരിക്കും, പക്ഷെ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടാവും. ഈ HS60 മാത്രമാണ് ഇത്രയും കുറവ്. ബാക്കിയുള്ള ക്ലാസ്സുകളിൽ എങ്ങനെ വന്നാലും 20-25 പേര് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. HF50 ഒരു 13 കുട്ടികൾ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ വിട്ടുപോകില്ല സാറേ, ഞങ്ങൾക്ക് സാറിന്റെ ക്ലാസ് ഇഷ്ടമാണ്, ഞങ്ങൾ ഇരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് ആ 13 പേര് എന്തായാലും ഉണ്ടാവും. 13-14 പേര് എന്തായാലും ഒരു പോവില്ല, അവരുണ്ടാവും. യെസ്. HS60 മുമ്പ് കഴിഞ്ഞപ്പോ എണ്ണം കുറഞ്ഞു പോയി. കുഴപ്പമൊന്നുമില്ല കേട്ടോ. യെസ്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, കാണാൻ കണ്ണുള്ളവൻ കാണട്ടെ എന്ന ഒരു വാചകമുണ്ട്. ആ വാചകമാണ് നമ്മൾ പറയുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും അവര് പറയും, ഓ യെസ്, അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു പറയും. വെരി സോറി, അതൊന്നും കുഴപ്പമൊന്നുമില്ല. യെസ്. പിന്നെ എന്താണ് ഭാവി പരിപാടികൾ ഭക്തപ്രിയ? വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ ഇന്ദുചൂടൻ? ഫ്യൂച്ചർ പ്ലാൻ എന്ത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം, അതൊക്കെ തന്നെ. നമ്മളിങ്ങനെ ഇതിപ്പോ കോഴ്സ് ഇപ്പൊ കഴിയുമല്ലോ, 15 തീർന്ന്, അടുത്തത് തീരുന്നത് 16 ആണ്. അപ്പൊ അധികം നാളുണ്ടാവില്ല, ഒരു മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനിക്കും അപ്രോക്സിമേറ്റ്ലി. അപ്പോ അതിനു മുമ്പ് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ തീരുമാനത്തിലാക്കണ്ടേ? അല്ല, എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതേ സാർ, എന്റെ ഒരു ഫ്രണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചതാണ്. കേൾക്കുന്നുണ്ടോ? അവള് പറഞ്ഞത് എന്താണ്, ഇന്റേൺഷിപ്പിന് കയറാണ്ട് നേരിട്ട് തന്നെ ജോലിയിലോട്ട് കയറണതാ നല്ലതെന്ന് പറയണം. അങ്ങനെ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് വേണമെന്ന് നിർബന്ധമില്ലാത്ത ഹോസ്പിറ്റൽസ് ഉണ്ടാവുമല്ലോ. അല്ല, ഞാൻ ഇന്റേൺഷിപ്പ് വേണമെന്ന് പറഞ്ഞത് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആവുമല്ലോ, അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ, അറിയാൻ പാടില്ലല്ലോ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. ഓക്കെ. അതെ, ചില ആൾക്കാർ നോക്കണം എന്താണെന്ന് അറിയാം, അവർക്ക് പൈസ ഇല്ലാണ്ട് പണിയെടുപ്പിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരൊക്കെ, ഡ്യൂട്ടി ഏൽപ്പിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരൊക്കെ. അപ്പൊ നിങ്ങൾക്കാണെങ്കിലും എന്തെങ്കിലും അതിനൊരു സ്റ്റൈഫൻഡ് പോലെയൊക്കെ കിട്ടുള്ളൂ, സാലറി തരുന്നില്ലല്ലോ. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്കത് വളരെ ബെനിഫിറ്റ് ആണ്, വളരെയധികം ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് ഈ ഫ്രണ്ടിന് വാക്കൻസി ഒന്നും വന്നിട്ടില്ല, ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞു, വാക്കൻസി ഒന്നും ആയിട്ടില്ല. ഓക്കെ. എവിടെയാണ്, പുറത്തേക്കാണ് അകത്താണ് നോക്കണേ? ഇവിടെ തന്നെ എറണാകുളത്ത് തന്നെ എവിടെയെങ്കിലും കിട്ടാനാണ് അവിടെ നോക്കുന്നത്. ഓക്കെ. കുഴപ്പമില്ല, എറണാകുളത്ത് ഇഷ്ടംപോലെ ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടല്ലോ, പരിചയമുള്ള ആരെങ്കിലും വഴി നോക്കൂ. അവള് ലൂർദിയിലായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്, മറ്റേ ഇന്റേൺഷിപ്പില്. ഈ മലയാളവും ഇംഗ്ലീഷും അല്ലാതെ വേറെ ഏതെങ്കിലും ഭാഷ ഭക്തപ്രിയക്ക് അറിയാമോ? ഹിന്ദി ചെറുതായിട്ടൊക്കെ, എന്നാലും ട്യൂഷൻ എടുക്കുമ്പോ അത്യാവശ്യം പറഞ്ഞൊക്കെ കൊടുക്കും ഹിന്ദി. അല്ല, വേറെ ഏതെങ്കിലും ഭാഷ കൂടി അറിയാമായിരുന്നെങ്കിൽ അതിൻ്റെ ഗുണം കൂടി ഉണ്ടായേനെ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, പുള്ളി അമൃത ഹോസ്പിറ്റലിലാണ്, പുള്ളിക്ക് നന്നായിട്ട് ഇതറിയാം, നമ്മുടെ അറബി ഭാഷ അറിയാം. അപ്പൊ പുള്ളിന് അവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ അറബികളോട് ചികിത്സയ്ക്ക് വരുമ്പോൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത് പുള്ളിയാണ്, മലയാളത്തിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് പുള്ളിയാണ്. യെസ്. അപ്പോഴാണ് ഒരു വിദേശ ഭാഷ പഠിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്, അല്ലേ ഭക്തപ്രിയ? കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുകയും എന്നാൽ ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത തലമുറയിലൂടെ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത തലമുറയെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം. ഓക്കെ. എന്റെ ഒരു കസിൻ ചിറ്റപ്പൻ പറഞ്ഞത് എന്താണ്,
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടത് സൗന്ദര്യമാണ്. എന്നാലേ നമ്മളെ ജോലിയിൽ എടുക്കുള്ളൂ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വേണ്ട സൗന്ദര്യമാണ്. യെസ്, ആരാണ് പറഞ്ഞത്? അതൊരു ചിറ്റപ്പനാണ്. എന്താണ് ചിറ്റപ്പന്റെ ഫ്രണ്ടിന്റെ മോൻ ഇതേപോലെ കിൻഡർ ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂവിന് പോയി. പക്ഷെ അവിടെ എന്താണ് സൗന്ദര്യത്തിന്റെ കുറവാണെങ്കിൽ അവൻ ഇന്റർവ്യൂവിന് പെർഫോമൻസ് ചെയ്യാത്തോണ്ടാണെന്ന് അറിയില്ല. പക്ഷെ ചിറ്റപ്പൻ പറയണത് സൗന്ദര്യം ഇല്ലാത്തോണ്ടാണെന്ന്. അത് പുള്ളി ആശ്വസിക്കുന്നതാണ്. മനസ്സിലായില്ലേ? നല്ല കുഴപ്പമില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഈ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ through the eyes of the beholder. Beauty originates through the eyes of the beholder. ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് ആ പെൺകുട്ടിയെ കണ്ടിട്ട് ഞാൻ ഭക്തപ്രിയനോട് പറയുന്നത് ഒരു സുന്ദരിയായ പെൺകുട്ടിയാണ് എന്ന് പറയുന്നു. ഭക്തപ്രിയ എന്നോട് പറയും, സാറെ അവിടെ കൊണ്ടാടി നോക്കണം, ഇതിനാണ് സൗന്ദര്യം, ഇത് സുന്ദരിയൊന്നുമല്ല, സാറ് സുന്ദരിയായ പെണ്ണാണ്, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് വേറൊരു പെൺകുട്ടിയെ ഇതാണ് സുന്ദരി. ഞാൻ നോക്കുമ്പോ ഭക്തപ്രിയ കാണിച്ചത് പെൺകുട്ടി എനിക്ക് അത് സുന്ദരിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബ്യൂട്ടി ഒറിജിനേറ്റ്സ് ത്രൂ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ. നോക്കുന്നവന്റെ കണ്ണിലൂടെയാണ് സൗന്ദര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. യെസ്. അപ്പോ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട്, അവിടെ ബ്യൂട്ടി കോൺടെസ്റ്റ് ഒന്നും അല്ലല്ലോ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഉള്ള സൗന്ദര്യം അത് മതി. അത് ഏബിൾ ആണെങ്കിൽ നമ്മളെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നല്ല സുന്ദരിയായ പെൺകുട്ടിയാണ് വിചാരിക്കും, ഒട്ട സ്വഭാവം വിചാരിക്കും. ഒട്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ പൊട്ട സ്വഭാവം വിചാരിക്കും. ആ പെൺകുട്ടിയിൽ നിങ്ങൾക്ക് സൗന്ദര്യം കാണാൻ പറ്റില്ല. ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് മാത്രമല്ല, അയാളുടെ സ്വഭാവം, അയാളുടെ സംസാര രീതി, അയാളുടെ ഇടപെടല്, അയാൾ ഉപയോഗിക്കുന്ന ഇതെല്ലാം അതിന്റെ കോർഡിനേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതെല്ലാരും കൂടി കഴിയുമ്പോഴാണ് നമ്മളെന്ത് പറയുന്നത്, സൗന്ദര്യമുണ്ടെന്ന് പറയുന്നത്. അല്ലേ? ഫേസിന്റെ അത് രണ്ടാണ്. ഒന്ന് ഇൻഡിവിജ്വാലിറ്റിയാണ്, മറ്റൊരു പേഴ്സണാലിറ്റിയാണ്. അപ്പൊ മദർ തെരേസയെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് മദർ തെരേസയുടെ പേഴ്സണാലിറ്റി നോക്കിയിട്ടല്ല, ഇൻഡിവിജ്വാലിറ്റി നോക്കിയിട്ടാണ്. ഗാന്ധിയെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഗാന്ധിയുടെ പേഴ്സണാലിറ്റി നോക്കിയിട്ടല്ല, ഇൻഡിവിജ്വാലിറ്റി നോക്കിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ സംശയം അസ്ഥാനത്താണ്. ഭക്തപ്രിയയുടെ ഇനിയിപ്പോ സൗന്ദര്യം തന്നെ എടുക്കുമോ? ഭക്തപ്രിയ സുന്ദരിയല്ലേ, എന്താ പഠിക്കാനുള്ളത്? പക്ഷെ എനിക്കറിയാം കുറച്ചും കൂടി നമ്മൾ ഇത്തിരി കോമൺ സെൻസ് ചിന്തിച്ചാൽ നമുക്കറിയാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടത് എന്താണ്, കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഒരാളെയാണ് റിസപ്ഷനിസ്റ്റ് ഒക്കെ ആയിട്ട് വെക്കാൻ ചാൻസ് ഉള്ളത്. ഇത് PROമാരല്ലേ പറയാം മെയിനായിട്ട്. അവര് പബ്ലിക് റിലേഷൻസ് ഓഫീസർ. ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല, അത് മാത്രം ചെയ്താൽ മതി. ദേഷ്യപ്പെടാതെ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല, പ്ലീസിങ് പേഴ്സണാലിറ്റി മതി. അപ്പൊ ചിരിച്ചുകൊണ്ട് സംസാരിക്കാം. യെസ്. പിന്നെ ഒരു ചെറിയ മേക്കപ്പിന്റെ ബോക്സുകൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏത് മോഡലാക്കണം ആക്കിയിട്ടൂടെ കുട്ടിയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാലോ. എറണാകുളത്തേക്ക് നമ്മൾ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടാത്തൊരു പെൺകുട്ടിയെ കാണാൻ പറ്റും? ഇല്ല. യെസ്. അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ചുണ്ടിന് പിന്നീട് ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ ഒരു കറുത്ത കളർ പോലെ, ഏറ്റവും സോഫ്റ്റ് ആയ ഭാഗമല്ലേ ചുണ്ട്. അപ്പൊ അവിടെ അത് നന്നായിട്ട് എഫക്റ്റീവ് ആകും. യെസ്. അപ്പൊ ഡോണ്ട് വറി ഭക്തപ്രിയ, ഐ തിങ്ക് ഈ ഫോട്ടോയിൽ കാണുന്ന ആള് തന്നെയല്ലേ? അതെ. ഫോട്ടോ മതി, സംബന്ധിച്ചു. അതല്ലേ നമ്മൾ മറ്റേ ഇതെന്ന് പറഞ്ഞത്, ഈ മേക്കപ്പ് ബോക്സ് എന്ന് പറഞ്ഞത്. യെസ്. ക്യാമറയുടെ ഒരു എഫക്റ്റ് ആണ്. ഇതിപ്പോ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറയിലുള്ള ഒരു എഫക്റ്റ് ആണ്. ആ അതന്നെ ക്യാമറയിൽ ഇത്ര റിസൾട്ട്. എന്നാ പിന്നെ ക്യാമറ ഓണാക്കും. അതിപ്പോ നമ്മളെ മേക്കപ്പ് ചെയ്തിട്ടില്ല, മേക്കപ്പ് ചെയ്യാണ്ട് ഇങ്ങനെയാണ് ഇരിക്കണം. മേക്കപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ മേക്കപ്പ് എന്ത് ചെയ്യുന്നു,
മനസ്സിൽ കാണും, അത് ഇന്ത്യൻ സാധനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെവലിൽ വരും എന്നുള്ളത് കാണും. യെസ്, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോരുത്തരും ഓരോ സ്റ്റൈലാണ്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സൗന്ദര്യത്തിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ഞാൻ +1 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി, പഴയ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൗഡർ ഉപയോഗിക്കുന്നത്, പെർഫ്യൂം, ഇതൊക്കെ ഞാൻ നിർത്തിയാണ്. അപ്പൊ SSLC കഴിഞ്ഞപ്പോ എല്ലാം ഞാൻ നിർത്തി. ഈ നിമിഷം വരെ പിന്നെ യാതൊന്നും ഉപയോഗിച്ചിട്ടില്ല. കുളി കഴിഞ്ഞ് വരുമ്പോ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് മുഖം തുടച്ചിട്ട് ഇങ്ങനെ പോരുള്ളൂ. യെസ്. അപ്പൊ ഞാൻ എൻ്റെ വൈഫും പിള്ളേരും പറയും, അവരൊക്കെ ഇതിന്റെ ആളുകളാണ്, പറയും ഇത് ഉപയോഗിച്ചിട്ട് മറ്റേ ഉപയോഗിച്ചിട്ട് പറയും. അപ്പൊ ഞാനെന്ത് പറയും, എനിക്ക് ഇതാണ് എൻ്റെ ഐഡന്റിറ്റി, ഇറ്റ് ഈസ് മൈ സ്റ്റൈൽ. ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരെ എന്നെ ഇഷ്ടപ്പെടുക. പക്ഷെ അത് കണ്ടിട്ട് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഒറിജിനാലിറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇല്ലേ? ഇപ്പൊ ഭക്തപ്രിയ കല്യാണം കഴിഞ്ഞ ഭക്തപ്രിയക്ക് തോന്നുന്നു ലോകത്തെ ഏറ്റവും വലിയ സുന്ദരൻ എന്റെ ഭർത്താവാണ്. ആ ഭർത്താവിന് തോന്നുന്നു ലോകത്ത് വെച്ചിട്ടുള്ള ഏറ്റവും നല്ല സുന്ദരി എന്റെ ഭാര്യയാണ്. പിന്നല്ലാതെ അതങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഭക്തപ്രിയനെ സംബന്ധിച്ച് ഭക്തപ്രിയയുടെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള വ്യക്തി ഭക്തപ്രിയയുടെ അമ്മയാണ്. അത് അമ്മയുടെ സൗന്ദര്യം മാത്രം നോക്കിയിട്ടല്ല, ഒരുപാട് കാര്യങ്ങൾ വേറെ കൂടിയുണ്ട്. അതുകൊണ്ടൊന്നും പേടിക്കണ്ട. അതുകൊണ്ട് പറയും യെസ്, കുട്ടി കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ ക്യാമറ ഓണാക്കാതിരിക്കുന്നു. അതുകൊണ്ട് യെസ്, അധ്വാനിക്കുന്ന ജനവിഭാഗമാണ് ഞങ്ങൾ എന്ന് പറയാലോ ഭക്തപ്രിയ. സൗന്ദര്യത്തിലെ കാര്യം സൗന്ദര്യത്തിലെ കാര്യം എന്ന് നമുക്ക് പറയാലോ. യെസ്, ഒന്നും പേടിക്കണ്ട ഭക്തപ്രിയ, യു വിൽ ബി ഓക്കെ. ഏതുണ്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയണം. ചില ആളുകൾ എടുത്തു കഴിഞ്ഞാൽ കണ്ണ് നോക്കിക്കഴിഞ്ഞാല് വളരെ മനോഹരമായ കണ്ണുകളായിരിക്കും. മൂക്കെടുത്തു കഴിഞ്ഞാല് രസകരമായ മൂക്കായിരിക്കും. ചുണ്ടുകള് അതിലും മനോഹരമായിരിക്കും. ഇതൊക്കെ കൂടി വെച്ച് നോക്കുമ്പോൾ ഒരു ലുക്ക് ഉണ്ടാവും. ഓരോ പാർട്സ് ആകുമ്പോൾ ഇതൊക്കെ കറക്റ്റാണ്. ഇനി വേറെ ചില ആളുകളുണ്ട്, കണ്ണ് നോക്കുമ്പോൾ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. മൂക്ക് ഒരു വശത്തോട് ചെരിഞ്ഞിരിക്കുകയാണ്, കവിള് അത്രക്ക് സ്മൂത്ത് അല്ല, പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോ ഒരു ലുക്ക് ഉണ്ട്. അങ്ങനെ സംഭവിക്കാറില്ലേ? അപ്പൊ അതൊന്നും പേടിക്കണ്ട. ഞാനിപ്പോ ഒരു സൈഡ് വ്യൂ വെച്ച് നോക്കിയിട്ട് ഭക്തപ്രിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. തടിയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ. തടി വെച്ചൊക്കെയാണ്. തടി വെച്ചാല് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. യെസ്, പിന്നെന്താ, തടി നമുക്ക് വെച്ചെടുക്കാൻ വലിയ പാടാണ്, അല്ല ബുദ്ധിമുട്ടില്ല, കുറയ്ക്കാനാണ് പാട്. കുറയ്ക്കാനാണ് പേടിക്കണ്ട, തടി അധികം വെക്കാതിരിക്കാൻ നല്ലത്. പറന്ന് നടക്കാലോ നമുക്ക്, പറന്ന് നടക്കാം. അപ്പൊ ഭക്തപ്രിയ, നമുക്ക് വീണ്ടും കാണാം. വന്നതിന് സന്തോഷം. ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, ആരെങ്കിലും വരുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ശരി സാർ, താങ്ക് യു. ഓക്കെ, ബൈ. 27 ഓക്കെ, ശരി. ശരി, താങ്ക് യു.